ഉണ്ടാവുമല്ലോ. ഇല്ല, അതേക്കുറിച്ച് പാർട്ടി ഒരു തീരുമാനമെടുക്കും. പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങളിലേക്ക്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചത് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള അപാകതകളെക്കുറിച്ച് പറയുവാനും അത് ജനങ്ങളിൽ എത്തിക്കുവാനും അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ്. അല്ല, അത് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പാർട്ടി ഒരു തീരുമാനം, അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ തീരുമാനത്തിലേക്ക് എത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനുള്ള നിർദ്ദേശം കൊടുത്തു. ആ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞത് KPCC എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് മാത്രം കാര്യം ചോദിക്കാൻ ബാക്കിയുള്ള ആളുകളെയും കൂടെ ചോദ്യം. ആ സഭയിലുള്ള മറ്റ് ചില ആളുകളും ഉണ്ടല്ലോ. ഞാൻ ആളുകളുടെ പേരൊന്നും പറയാൻ ഞാൻ തയ്യാറാകത്തില്ല. അല്ല, അത് തന്നെ ഞാൻ പറയുന്നത് ഈ മറ്റുള്ള ആളുകളും ഇതേ ആക്ഷേപം നേരിട്ടിട്ടുള്ള ആളുകളുണ്ട്. അത്തരം ആളുകൾ ആ സഭയിൽ തന്നെ ഉണ്ട്. ആ സഭയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ തുടർന്നുകൊണ്ട് പോകുന്നു എങ്കിൽ അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കാം. നിങ്ങളും ഒരു മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളും അതേക്കുറിച്ച് അന്വേഷണം നടത്തണം, അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ടവരാണ്. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്നുള്ള അദ്ദേഹത്തിനുള്ള അവകാശങ്ങൾ ഉണ്ടാകുമല്ലോ. അത് സ്പീക്കർ തന്നെ പറഞ്ഞല്ലോ. എൻ്റെ കൈവശം ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്നാണല്ലോ സ്പീക്കർ പറഞ്ഞു. ഞാൻ മാധ്യമങ്ങളിലൂടെ വായിച്ചതാണ്, അല്ലാതെ ഞാൻ സ്പീക്കറെ നേരിട്ട് കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകൾ കേട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഇല്ല, ഞാൻ ഡോക്ടറല്ല. ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് അന്വേഷിക്കാനുള്ള സമയമില്ല. മറ്റു കാര്യങ്ങൾ ഒക്കെ നമ്മൾ അന്വേഷിച്ച് കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അത് ഞങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി എടുത്ത തീരുമാനം, ആ പാർട്ടി എടുത്ത തീരുമാനം എന്താണ് എന്നതിനെക്കുറിച്ച് മാധ്യമങ്ങളിലും വന്നു. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ പറഞ്ഞു. ഒഴിഞ്ഞു നിൽക്കുകയാണ്. അല്ലെ, എവിടെ പ്രതിഷേധം? നിയമസഭയിൽ പ്രതിഷേധം വന്നാൽ അതിന് പ്രതിഷേധത്തെ ചെറുക്കേണ്ടതും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതും സ്പീക്കറുടെ ചുമതലയാണ്. നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിഷേധം വന്നാൽ അത് സ്പീക്കറുടെ ചുമതലയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത്.